ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായതും പഴക്കമേറിയതുമായ റായല ചെരുവ് ജലസംഭരണിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്ന് 20 ഗ്രാമങ്ങളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വിജയനഗര സാമ്രാജ്യകാലത്ത് പണികഴിപ്പിച്ച ഇത് ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ സംഭരണി കൂടിയാണ്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് ബണ്ടിൽ ചോർച്ച തുടങ്ങിയത്. ഉടൻ തന്നെ അധികൃതർ സമീപവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ജനങ്ങളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ബണ്ടിൽ നിലവിൽ 0.9 TMC അടിവെള്ളമാണ് ഉള്ളത്. 0.6 TMC അടിവെള്ളം സംഭരിക്കാനുള്ള ശേഷിയേ ബണ്ടിനുള്ളൂ. സമീപകാലത്തായി ആദ്യമായിട്ടാണ് ജലസംഭരണിയിലേക്ക് ഇത്രയധികം വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാകുന്നെന്ന് അധികൃതർ പറയുന്നത്. കനത്ത മഴയാണ് ഇതിന് കാരണം. ഇതിനിടെ ജലസേചന വകുപ്പ് അധികൃതർ ജലസംഭരണിയിൽ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. തകരാർ പരിഹരിച്ചാലും ബണ്ട് ഇനി ഉപയോഗിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ജലസംഭരണി അപകടാവസ്ഥയിലാണ് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. దయచేసి అందరూ గమనించండి. మీరు చూస్తున్నది ఇది రాయల చెరువు కట్ట. ఇప్పుడు ఒక 5 నిమిషాల ముందు ఇక్కడ చిన్న ఒక 3 ఇంచు నీళ్లతో ఒక గూడలాగా పడి ఇక్కడ మట్టి కొద్దిగా జారింది. కట్ట అయితే ఇప్పటి వరకు తెగిపోవడం కానీ అలా ఏం జరగలేదు. కాకపోతే దయచేసి ప్రజలందరూ కూడా అలర్ట్ గా ఉండండి. ఎందుకంటే ట్యాంక్ ఫుల్ ప్రెజర్ తో ఉంది కాబట్టి ఏ క్షణానైనా ఒకవేళ ఏదైనా ఇబ్బంది జరిగితే అందరూ కూడా అలర్ట్ గా ఉండాలి. కాబట్టి దయచేసి అందరూ కూడా ప్రతి గ్రామంలో మన నాయకులు గాని కార్యకర్తలు గాని అలాగే అధికారులు అనధికారులు అందరూ కూడా ప్రజలను కొంచెం అప్రమత్తం పరచాలని కోరుకుంటున్నాం.